കാൽവരി ക്രൂശ് നമുക്ക് ചെയ്തത്. നമ്മുടെ പാപത്തെ വഹിച്ചു, നമ്മുടെ രോഗത്തെ വഹിച്ചു, നമ്മുടെ വേദനകളെ ചുമന്നു, നമ്മുടെ സങ്കടങ്ങളെ വഹിച്ചു, നമ്മുടെ അതിക്രമങ്ങളെയും പാപങ്ങളെയും അവൻ തന്റെ ശരീരത്തിൽ വഹിച്ചു. നമ്മുടെ പഴയ മനുഷ്യരെ അവനോട് കൂടെ നമ്മൾ അടക്കി. നമ്മുടെ പഴയ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പാപം ചെയ്യേണ്ടിയിരുന്ന കഴിഞ്ഞ കാലഘട്ടത്തിൽ നമ്മുടെ കണ്ണുകൾ കൊണ്ട്, നമ്മുടെ ചെവി കൊണ്ട്, നമ്മുടെ ഹൃദയം കൊണ്ട് നമ്മൾ ചെയ്തു കൂട്ടിയ പാപങ്ങളുണ്ട്. നമ്മുടെ ഫോണിൽ നിന്നും നമ്മുടെ കൂട്ടുകാരിൽ നിന്നും നമ്മൾ കേൾക്കുകയും കാണുകയും നമ്മൾ ചെയ്തു കൂട്ടിയ ഒരുപാട് പാപപ്രവർത്തികളുണ്ട്. ഈ പാപം ചെയ്ത മനുഷ്യരെ ക്രൂശിൽ യേശുവിന്റെ ശരീരത്തിനോട് കൂടെ അവൻ മരിപ്പിക്കുന്ന അനുഭവമാണ് സ്നാനം എന്ന് പറയുന്നത്. അതിന്റെ പേരാണ് ക്രിസ്തുവേശുവിന്റെ മരിച്ചടക്കം പുനരുത്ഥാനത്തോട് ഏകീഭവിക്കുന്ന അനുഭവം. അവനോട് കൂടെ നമ്മൾ അടക്കപ്പെടുകയാണ്, അവനോട് കൂടെ നമ്മൾ ഉയർത്തെഴുന്നേൽക്കുകയാണ്. ഉയർത്തെഴുന്നേറ്റ് വരുമ്പോൾ നമ്മൾ ആരായി തീരും? നാം ക്രിസ്തുവിനായി തീരും. ഒരുവൻ ക്രിസ്തുവിനായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്. എന്ന് വെച്ചാൽ എന്റെ കണ്ണുകൾ കൊണ്ടോ, എന്റെ ചിന്തകൾ കൊണ്ടോ, എന്റെ പ്രവർത്തികൾ കൊണ്ടോ എനിക്കിനി കഴിഞ്ഞ നാളുകളിൽ ജീവിച്ചതുപോലെ ജീവിക്കാൻ പ്രമാണമില്ല. എന്ന് വെച്ചാൽ ഞാൻ പാപം സംബന്ധമായി മരിച്ചവനാണ്. മരിച്ച ഒരാൾക്ക് എഴുന്നേറ്റ് ഹായ് പറയാൻ പറ്റുമോ? മരിച്ച ഒരാൾക്ക് എഴുന്നേറ്റ് എന്നാ ഉണ്ടെന്ന് ചോദിക്കാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താ? അദ്ദേഹം മരിച്ചു. മരിച്ച ഒരു വ്യക്തിക്ക് എഴുന്നേറ്റ് നിന്ന് നമ്മളോട് സംസാരിക്കാൻ കഴിയത്തില്ല. എന്ന് വെച്ചാൽ പാപം സംബന്ധമായി ക്രിസ്തുവിനോട് കൂടെ മരിച്ച് അടക്കപ്പെട്ട് ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റതായ സ്നാനത്തിൽ നമ്മൾ ഏകീഭവിക്കുമ്പോൾ നമുക്ക് സംഭവിക്കുന്നത്, പിന്നീട് പാപം നമുക്ക് നേരെ വരുമ്പോ നമുക്ക് പാപത്തിന്റെ പ്രവൃത്തികൾ ചെയ്യാൻ കയ്യോ കണ്ണോ ചെവിയോ പ്രവർത്തിക്കത്തില്ല. അതിന്റെ പേരാണ് പാപം സംബന്ധമായ മരണം. കാൽവരി ക്രൂശിൽ യേശു കർത്താവ് ചെയ്ത ജയം അതാണ്. എന്റെ പാപത്തെ അവനോട് കൂടെ മരിപ്പിച്ച്